നമസ്കാരം. 3 ആഴ്ചകൾക്ക് മുമ്പ് UK-യിൽ അന്തരിച്ച വിൻസെന്റ് ഫിലിപ്പ് എന്ന മലയാളിയുടെ ശവസംസ്കാരമാണ് 18-ാം തീയതി. ഏറെ വേദനയോടുകൂടിയാണ് മലയാളികൾ വിൻസെന്റ് ഫിലിപ്പിന്റെ മരണത്തെ നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ബ്രിട്ടീഷ് വംശവെറിയുടെ ഒരു ഇരയാണോ എന്ന് നമ്മൾ സംശയിക്കുമ്പോഴും മലയാളി സമൂഹം മാത്രമല്ല ഇന്ത്യയിലുള്ള മൊത്തത്തിലുള്ള നമ്മുടെ ഇന്ത്യക്കാർ വിദേശ രാജ്യങ്ങളിൽ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന പേക്കൂത്തുകളുടെ ഒരു ഇര കൂടിയാണ് വിൻസെന്റ് ഫിലിപ്പ് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്നതാണ്, വിവിധ രാജ്യങ്ങളിൽ UK-യിൽ മാത്രമല്ല ന്യൂസിലൻഡ് ഉൾപ്പെടെ ഓസ്ട്രേലിയ ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങളിലൊക്കെ ഇന്ത്യക്കാർക്കെതിരെ തദ്ദേശവാസികൾ തെരുവിലിറങ്ങുന്ന ഒരു അവസ്ഥ ഇപ്പോൾ സംജാതമായിട്ടുണ്ട്. ഒരു കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊക്കെ എപ്പോഴും സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. പക്ഷെ കേരളത്തിൽ വന്ന് ജോലിക്ക് വന്നിരിക്കുന്ന ബംഗാളികൾ റോഡിലിറങ്ങി എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ നടത്തുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം അസഹിഷ്ണുത കാണിക്കാറുണ്ട് എന്നുള്ളത് മലയാളികളുടെ ഓർമ്മയിലേക്ക് വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ ഇന്ത്യക്കാരൻ്റെയും ഓർമ്മയിലേക്ക് വരേണ്ടതുണ്ട്. ഒരു മലയാളി മുംബൈയിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ആഘോഷങ്ങൾ തെരുവിലേക്ക് വരുന്ന സമയത്ത് അവർ അസ്വസ്ഥരാവാറുണ്ട്. മഹാരാഷ്ട്രയിലുള്ള മറാഠികൾ അസ്വസ്ഥരാവാറുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. നമ്മൾ പല സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോഴും പല രാജ്യങ്ങളിൽ ചെല്ലുമ്പോഴും കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങി ജീവിക്കേണ്ട സാഹചര്യമുണ്ട്. സമ്പൂർണ്ണ സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെയും പേക്കൂത്തുകളിലേക്ക്, ആഘോഷങ്ങളൊക്കെ നല്ലതാണ്, പക്ഷേ ഈ ആഘോഷങ്ങൾ പേക്കൂത്തുകളിലേക്ക് മാറുന്നിടത്താണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഞാൻ പറഞ്ഞതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് വിൻസെന്റ് ഫിലിപ്പിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചില കാരണങ്ങൾ അതിലേക്ക് നയിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. വിൻസെന്റ് ഫിലിപ്പ് 26-ാമത്തെ വയസ്സിൽ ഫ്രാൻസിസ്കൻ ബ്രദേഴ്സ് എന്ന ഒരു സന്യാസ സമൂഹത്തിന് അല്ലെങ്കിൽ ബ്രദർഹുഡിന്റെ പ്രൊവിൻഷ്യലായിട്ട് ചുമതലയേറ്റ ഒരു വ്യക്തിയാണ്. നല്ല കാര്യപ്രാപ്തിയുള്ള ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു വിൻസെന്റ് ഫിലിപ്പ്. അതിനുശേഷം സഭയിൽ ഒരുപാട് സ്കൂളുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, വൊക്കേഷണൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അങ്ങനെയുള്ള ഒരുപാട് എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങൾ രൂപീകരിച്ചിട്ടുള്ള ഒരു എഡ്യൂക്കേഷണലിസ്റ്റ് കൂടിയായിരുന്നു ഈ പറഞ്ഞ വിൻസെന്റ് ഫിലിപ്പ് എന്ന് പറയുന്നത്. ആ വിൻസെന്റ് ഫിലിപ്പ് കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന് സഭയിലെ തന്നെ ഒരു സിസ്റ്ററുമായിട്ട് അടുപ്പമാവുകയും അവര് ഔദ്യോഗികമായി തന്നെ വിവാഹം കഴിക്കുകയൊക്കെ ചെയ്തു. അവർക്ക് 2 കുട്ടികളുണ്ടായിരുന്നു. അതിനുശേഷം ഇവർ മീററ്റിൽ പോയി ഒരു സ്കൂൾ തുടങ്ങുകയും ആ സ്കൂള് വളരെ നല്ല ഭംഗിയായിട്ട് തന്നെ, കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ മീററ്റിൽ അവർ ആ സ്കൂള് ഒക്കെ നയിച്ചുകൊണ്ട് പോവുകയായിരുന്നു. എന്ത് പറയാം, ജീവിതമാണ്. ഇടയ്ക്ക് വെച്ച് അദ്ദേഹത്തിന് ഭാര്യയെ നഷ്ടപ്പെട്ട അദ്ദേഹം ഏകനായി കഴിയുന്ന സമയത്ത് അദ്ദേഹത്തിന് UK-യിലുള്ള സമാനമായിട്ട് തന്നെ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുമായിട്ട് വീണ്ടും അദ്ദേഹം വിവാഹം കഴിക്കുകയും കഴിഞ്ഞ 1.5 വർഷം മുമ്പ് അദ്ദേഹം UK-യിലേക്ക് പോവുകയും ഉണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനിടയിൽ വേറെ കുറച്ച് കാര്യങ്ങളോട് നമുക്ക് പറയാനുണ്ട്. അദ്ദേഹം ഇന്ത്യയിൽ ചെയ്ത കാര്യം UK-യിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്. അതുകൂടാതെ തന്നെ അദ്ദേഹം ആം ആദ്മി പാർട്ടി ഇന്ത്യയിൽ രൂപീകരിക്കുന്ന സമയത്ത് ആം ആദ്മി പാർട്ടിയിൽ അംഗമാകുന്ന ആദ്യത്തെ മലയാളിയായിരുന്നു വിൻസെന്റ് ഫിലിപ്പ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അരവിന്ദ് കെജ്രിവാളുമൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധങ്ങളുണ്ടായിരുന്നു. അത് അഴിമതിക്കെതിരെയുള്ള ഒരു മൂവ്മെന്റ് ഡൽഹിയിൽ ആരംഭിക്കുന്ന സമയത്ത് കേജ്രിവാളിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ട് നിന്ന ഒരു വ്യക്തി കൂടിയാണ് വിൻസെന്റ് ഫിലിപ്പ് എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ ഡൽഹിയിൽ നടന്നിട്ടുള്ള കർഷക സമരങ്ങൾ, ഈ കർഷക സമരത്തിന്റെ ഭാഗമായിട്ടൊക്കെ UP ബോർഡറിൽ നടന്ന സമരത്തിനൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് വിൻസെന്റ് ഫിലിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു വിൻസെന്റ് ഫിലിപ്പ് ഇന്ത്യയിൽ APJ അബ്ദുൽ കലാം ഉൾപ്പെടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് വലിയ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ വിൻസെന്റ് ഫിലിപ്പ് എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ വിൻസെന്റ് ഫിലിപ്പിനെ സംബന്ധിച്ചിട്ട് നമ്മൾ ഓർക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഈ ഫ്രാൻസിസ്കൻ ബ്രദേഴ്സിന്റെ ആ ഒരു കൂട്ടായ്മയിൽ നിന്ന് പുറത്തായതിനു ശേഷവും ആ കൂട്ടായ്മയിൽ സാധാരണ ഇപ്പോൾ ഒരു സഭയിൽ നിന്നൊരു അച്ഛനോ ബ്രദറോ ഒക്കെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവരെ ഏത് രീതിയിലാണ് ആക്രമിക്കപ്പെടുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും കൃത്യമായ ഒരു ധാരണ ഉള്ള ഒരു വിഷയമാണ്. അതുകൂടാതെ ശക്തമായ എതിർപ്പുകൾ അവർക്ക് നേരിടേണ്ടി വരും. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ച്, ഈ വിൻസെന്റ് ഫിലിപ്പിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ, ഈ ഫ്രാൻസിസ്കൻ ബ്രദേഴ്സിന് എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ അവരുടെ വിശ്വാസത്തിന്റെ കാര്യങ്ങളിലായിക്കോട്ടെ, അവരുടെ ആചാരങ്ങളുടെ കാര്യങ്ങളിലായിക്കോട്ടെ, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ആയിക്കോട്ടെ, എന്തെങ്കിലും തരത്തിലൊക്കെ ഉള്ള സംശയങ്ങളോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അവർ പോലും കൺസൾട്ട് ചെയ്തിരുന്നത് ഈ വിൻസെന്റ് ഫിലിപ്പിനോടായിരുന്നു. കാരണം അത്ര അടുത്തൊരു ബന്ധം അദ്ദേഹം ആ സഭയിൽ നിന്ന് പോയതിനു ശേഷവും അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. നല്ലൊരു സാമൂഹിക പ്രവർത്തകനായിരുന്നു. ഒരു
രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനപ്പുറത്തൊരു സാമൂഹിക പ്രവർത്തകനായിരുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അതുകൂടാതെ തന്നെ ഇദ്ദേഹം ഡൽഹിയിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് തെരുവിൽ അലയുന്ന ഒരുപാട് കുട്ടികളെ വിവിധ NGOകളിൽ എത്തിക്കുകയും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്ന നല്ലൊരു സാമൂഹിക പ്രവർത്തകനായിരുന്നു വിൻസെന്റ് ഫിലിപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം കഴിഞ്ഞ ഒരു 3 ആഴ്ചകൾക്ക് മുമ്പ് മരണമടയുന്ന സമയത്ത് ഒരുപാട് മോശപ്പെട്ട രീതിയിലുള്ള പ്രചരണങ്ങളും അദ്ദേഹത്തിനെതിരെ നടക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ അറിയാവുന്നവർക്കേ അറിയാൻ സാധിക്കത്തുള്ളൂ ആരായിരുന്നു അദ്ദേഹമെന്ന്. നമ്മുടെ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ വരുന്ന എല്ലാ വാർത്തകളും ശരിയാണ് എന്ന് നമ്മൾ ഒരിക്കലും ധരിക്കാൻ പാടില്ല. സ്വാഭാവികമായിട്ടും ഈ 1.5 വർഷം മുമ്പ് UK-യിലെത്തിയ അദ്ദേഹം അവിടെ ഒരു ട്രാവൽ ഏജൻസിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം പല ജോലികളൊക്കെ അദ്ദേഹം ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് ഇദ്ദേഹം ഒരു ട്രാവൽ ഏജൻസി സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ട്രാവൽ ഏജൻസി വളരെ നല്ല രീതിയിൽ പോകുന്നു. അവിടെയും സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ ഇദ്ദേഹം എൻഗേജ്ഡ് ആവുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം സംഭവിച്ചത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ വീടിന് തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിൽ ഫുട്ബോളൊക്കെ കളിച്ച് ഇങ്ങനെ ടയേർഡായിട്ട് അദ്ദേഹത്തിന്റെ നെയ്ബറിൽ തന്നെയുള്ള ഒരു കുട്ടി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ആൺകുട്ടിയാണത്. നമ്മുടെ പല ആളുകളും പെൺകുട്ടി എന്നൊക്കെയാണ് ഇവിടെ ഇപ്പം നാട്ടിൽ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. ഒരു ആൺകുട്ടി അവിടെ ഇരിക്കുന്നു. അപ്പോൾ ആ ആൺകുട്ടിയുടെ അടുത്ത് നിന്നിട്ട്, നീ എന്താണ് ഇങ്ങനെ ടയേർഡായിട്ടിരിക്കുന്നത്, നീ ഇങ്ങനെ തളർന്നിരിക്കല്ലേ, നീ വീണ്ടും എണീറ്റ് ഓടൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ പ്രോത്സാഹിപ്പിച്ചു. ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ നെയ്ബർ ആയിട്ടുള്ള ഒരു വൈറ്റ് ഫാമിലിയാണ് അത്. കാരണം ഇദ്ദേഹം വിൻസെന്റ് ഫിലിപ്പ് താമസിച്ചിരുന്ന UK-യിലെ സ്ഥലം എന്ന് പറയുന്നത് കൂടുതലും വെള്ളക്കാർ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അങ്ങനെ ഈ വെള്ളക്കാർക്ക് ഇപ്പോഴും നമ്മളുടെ നാട്ടിലെ ആളുകളോട് ഒരു വർണ്ണവെറി ഉണ്ട് എന്നുള്ളതൊരു സത്യമാണ്. ആ വർണ്ണവെറി കൂടാതെ തന്നെയാണ് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ അവിടെ പോയിട്ട് നമ്മുടെ ഇന്ത്യക്കാർ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ. ആ പേക്കൂത്തുകൾ നിസ്സാരമൊന്നുമല്ല. കാരണം ഭയങ്കരമായിട്ട് ഈ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യൻസിനോടൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യം തന്നെയാണ്. പലപ്പോഴും നമ്മൾ പറയും വർണ്ണവെറി ഒന്നും ഇല്ല ഈ ലോകത്ത് എന്ന് പറയും. പക്ഷെ വെള്ളക്കാരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഇന്ത്യൻസിനോട് പ്രത്യേകിച്ച് ഒരു മമതയില്ല, അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ എപ്പോഴും ഉണ്ട് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. കാരണം നമ്മളെ അടക്കി ഭരിച്ചിരുന്ന ആളുകളാണ് ഈ പറഞ്ഞ ബ്രിട്ടീഷുകാരെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളോട് ഒരു എതിർപ്പ്, അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ തന്നെ അവർക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുക സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇടത്ത് ഇദ്ദേഹം താമസമാക്കുന്നു. അപ്പോൾ ഈ ഗ്രൗണ്ടിലിരുന്ന് കളിച്ച കുട്ടിയെ പോയിട്ട് ആശ്വസിപ്പിച്ച് അവനെ തലയിലൊക്കെ ഒന്ന് തലോടി അവനെ വീണ്ടും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വിൻസെന്റ് ഫിലിപ്പ് ശ്രമിച്ചത്. പക്ഷേ ഈ കുട്ടിയുടെ മാതാപിതാക്കന്മാർ അതിനെ വേറൊരു രീതിയിലേക്ക് കാണാൻ വേണ്ടിയിട്ട് ഇടയായി. അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ തൊടാനോ താലോലിക്കാനോ ഒന്നും UK-യിൽ സാധിക്കത്തില്ല. കുട്ടികളെ തല്ലാൻ പോലും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിയമം, വളരെ കർശനമായ നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് UK എന്ന് പറയുന്നത്. ഇവിടെ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം ഒരു വൈദികനായിരുന്നു, അതുകൂടാണ്ട് ഒരു സോഷ്യൽ വർക്കറായിരുന്നു. ഒരുപാട് കുട്ടികളെ, ഡൽഹിയിലൊക്കെയുള്ള ഒരുപാട് കുട്ടികളെ എന്താ പറയുക, NGOസിലൊക്കെ എത്തിച്ച് അവരുടെ പുനരധിവാസ പ്രവർത്തനത്തിനൊക്കെ നേതൃത്വം നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് നമ്മൾ ആരാണെങ്കിലും, ഇന്ത്യയിലുള്ള ആരാണെങ്കിലും ഒരു കുഞ്ഞു കുട്ടിയെ കാണുമ്പോഴത്തേക്ക് ഒരു സ്നേഹത്തോടു കൂടി അവരുടെ തലയിൽ തലോടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടുള്ള ഒരു രീതിയാണ്. പക്ഷേ UK-യിലെ നിയമം അനുസരിച്ചിട്ട് അതിനും കേസ് എടുക്കാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വെള്ളക്കാരുടെ ഈ ഒരു ഫാമിലി, ഈ കുട്ടിയുടെ പേരൻസ് ഈ വിൻസെന്റ് ഫിലിപ്പിനെതിരെ അവിടെ ഒരു പരാതി നൽകുന്നു, പോലീസിൽ പരാതി നൽകുന്നു. സ്വാഭാവികമായിട്ടും പോലീസ് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ഇദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. അതുകൂടാണ്ട് ഇദ്ദേഹത്തിന്റെ പാസ്പോർട്ട് അവിടെ സീസ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. പാസ്പോർട്ട് സീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഏതെങ്കിലും മറ്റൊരു രാജ്യത്ത് പോയി ഒരു ക്രൈമിന്റെ പാർട്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ മേലെ ഏതെങ്കിലും ഒരു കേസ് നിലനിൽക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പാസ്പോർട്ട് അവിടെ സറണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അതൊരു പ്രാഥമിക നടപടി മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത്. പക്ഷെ അതിനെ വേറെ ഏതൊക്കെയോ ഒരു രീതിയിലേക്ക് പല ആളുകളും ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട്. അങ്ങനെ ചിത്രീകരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇന്ന് രാവിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള റെജി ലൂക്കോസ് ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത്, അതായത് UK-യിലൂടെയൊക്കെ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹവുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, UK-യിലൊക്കെ പലപ്പോഴും അദ്ദേഹം ചെല്ലുന്ന സമയത്തും അദ്ദേഹത്തോട് ചോദിക്കുന്നത് നിങ്ങൾ പാകിസ്ഥാനിയാണോ എന്ന് ചോദിക്കും. കാരണം പാകിസ്ഥാനിയും ഇന്ത്യൻസിൻ്റെയും ഒരു ബോഡി ലാംഗ്വേജ് ഏകദേശം സെയിം തന്നെയാണ് എന്ന് പറയാൻ പറ്റും. അതിനകത്ത് പട്ടാണികൾക്ക് മാത്രമാണ്, പാകിസ്ഥാനി പട്ടാണികളെ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് വേർതിരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ബാക്കി എല്ലാവരും ഏകദേശം ഇന്ത്യൻസിനെ പോലെ തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തോട് തന്നെ പലപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ പാകിസ്ഥാനിയാണോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അദ്ദേഹം പറയും ഞാൻ പാകിസ്ഥാനി അല്ല എന്ന് പറയുന്ന സമയത്ത് ആദ്യം ചോദിക്കുന്നു ഫ്രം വേർ എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയും ഇന്ത്യ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ആദ്യം ചോദിക്കുന്ന ചോദ്യം മദർ തെരേസയുടെ നാട്ടിൽ നിന്നാണല്ലേ എന്ന് ചോദിക്കും എന്ന് പറയുന്നു. അതിനുശേഷം പിന്നീട് രണ്ടാമത് ചോദിക്കുന്നൊരു പേര് മഹാത്മാഗാന്ധിയുടെയാണ്. അപ്പോൾ നമ്മളുടെ രാജ്യത്തിന് ഒരു ക്രെഡിബിലിറ്റി വിദേശ രാജ്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഈ വർണ്ണവെറി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഏഷ്യൻ വംശജരോട് ഇവർക്കൊരു വർണ്ണവെറി ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്.
ആ യാഥാർത്ഥ്യത്തിന്റെ ഒരു ഇര കൂടിയാണിത്. കാരണം ഇദ്ദേഹം ഇതേ രീതിയിലൊക്കെ അവിടെ സാമൂഹികമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നു, ഇദ്ദേഹം സാമ്പത്തികമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നു എന്നൊക്കെ കാണുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഒരു ജലസി അതും പ്രത്യേകിച്ച് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു വൈറ്റ് ഫാമിലിക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികം മാത്രമാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഇത് വർണ്ണവെറിയുടെ ഇരയാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. എങ്കിൽ തന്നെയും ഒരു കാര്യം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, ഇതിനകത്ത് വർണ്ണവെറിയും ഒരു ഘടകമായിട്ടുണ്ട്. അവിടുത്തെ നിയമങ്ങളും അദ്ദേഹത്തിന് വിനയായിട്ടുണ്ട്. ഏതൊക്കെയായാലും അദ്ദേഹം വളരെ വലിയൊരു മാനസിക ബുദ്ധിമുട്ടിലായിരുന്നു. കാരണം അദ്ദേഹം ഈ ലോകത്തിന് വേണ്ടി, അത് ഇന്ത്യയിലായിക്കൊള്ളട്ടെ UK-യിലായിക്കൊള്ളട്ടെ, ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നൊരു വ്യക്തി. ആ വ്യക്തിക്ക് താൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യത്തിന്റെ പേരിൽ ഒരു കേസ് തൻ്റെ മേൽ ചുമത്തപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക ആഘാതം, ആ ആഘാതത്തെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഏതെങ്കിലും ഈ വരുന്ന 18-ാം തീയതി അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടക്കുകയാണ്. പൈങ്ങോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടക്കുക. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുക എന്നുള്ളതല്ലാതെ, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ല. എങ്കിലും നമ്മൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മളുടെ ഒരു ഡിഗ്നിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ ഒരു രാജ്യത്തിന്റെ ഡിഗ്നിറ്റി എന്ന് പറയുന്നത്, നമ്മൾ അത് ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും അവിടെ അത് കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്ക് കൂടി ബാധ്യതയുണ്ട്. ഒരു രാജ്യത്തേക്ക് നമ്മൾ എത്തിപ്പെട്ടു എന്ന് കരുതി അവിടെ എന്ത് പേക്കൂത്തും കാട്ടിക്കൂട്ടാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമായിട്ട് അതിനെ കാണരുത്. അങ്ങനെ കാണുന്ന സമയത്ത് ഇതുപോലുള്ള വിൻസെന്റ് ഫിലിപ്പുമാർ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള പേക്കൂത്തുകൾ അവിടെ ചെയ്തു കൂട്ടുന്നതിന്റെ ഒരു ബാക്കി പത്രമാണ് ഈ മരണം എന്ന് നമുക്ക് വിലയിരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. ഏതൊക്കെയായാലും അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ഇദ്ദേഹത്തിന്റെ സ്നേഹിതരൊക്കെ ഒരുപാട് സംസ്ഥാന നേതാക്കന്മാരെയും ദേശീയ നേതാക്കന്മാരെയും പ്രധാനമന്ത്രിയെയും വിവിധ ഗവർണർമാരെയും ഒക്കെ ഈ വിവരം ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളമാണെങ്കിലും വിദേശ രാജ്യത്ത് താമസിക്കുന്ന എല്ലാ ഇന്ത്യക്കാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ഇന്ത്യക്കാർ വിദേശ രാജ്യങ്ങളിലുണ്ട് എന്നുള്ളത് നമുക്ക് ഏറെ അഭിമാനമുള്ള കാര്യമാണ്. പക്ഷെ എങ്കിൽ തന്നെയും ചില ആളുകൾ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ, ആ പേക്കൂത്തുകൾ നമ്മുടെ രാജ്യത്തിന്റെ ഡിഗ്നിറ്റിയെ നശിപ്പിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കാനായിട്ട് നമ്മളുടെ ആളുകൾ തയ്യാറാവണമെന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ.